of the play, Naga Mandala. So the play is focused on 4 different stories. The frame story contains 3 other stories, each one of them inside the previous story. That is on the first narrative level. അപ്പോൾ 4 ലെവലുകളുണ്ട്. നിങ്ങൾ ഒരു റൂമിലേക്ക് പോവുകയാണെന്ന് സങ്കല്പിക്കുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ. ഓക്കെ, ആ ലെവലിൽ അതാണ് ഫസ്റ്റ് നറേറ്റീവ് ലെവൽ. അവിടെ എന്താ സംഭവിക്കുന്നത്? ദ ഫ്രെയിം സ്റ്റോറി ടെൽസ് ഓഫ് എൻ ഓതർ ഹൂസ് പ്ലേസ് വർ സോ ബോറിംഗ് ദാറ്റ് ദ ഓഡിയൻസ് ഓഫൻ വെന്റ് ടു സ്ലീപ്പ്. For this crime, the author is condemned to death unless he manages to remain awake for one entire night before the end of that month. The night of this theatrical performance is precisely his last chance. അപ്പോൾ ആ ഒരു ദിവസമാണ് അയാളുടെ ലാസ്റ്റ് ചാൻസ്. ഹി റിപ്പീറ്റ്സ് ഐ മേ ബി ഡെഡ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ് എന്ന് ഇടയ്ക്കിടയ്ക്ക് അയാൾ പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് നറേറ്റീവ് ലെവൽ. ഓക്കെ, ദെൻ നൗ ദ നെക്സ്റ്റ് narrative level, that is second and third, that it has magical elements. The second is formed by the gossip type tales that a group of personified flames in female voices. അപ്പോൾ ഇത് ഫ്ലെയിംസ് ഉണ്ട്, ഫീമെയിൽ വോയിസസ് ആണ്, സ്ത്രീകളുടെ വോയിസിലാണ് അത് അവിടെ കർണാടക അവതരിപ്പിച്ചിട്ടുള്ളത്. ടെൽ ഈച്ച് അതർ വെൻ ദേ ഗ്യാദർ അറ്റ് നൈറ്റ് ആഫ്റ്റർ ദെയർ വർക്ക് ഹാസ് എൻഡഡ്. അപ്പോൾ വിളക്ക് ഊതി കഴിഞ്ഞാൽ ഇവരങ്ങ് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്താണ് ഒരു ഭാഗത്ത് ഒഴിഞ്ഞു പോയി ആളുകൾ കാണാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് അവരിങ്ങനെ അവരുടെ വീട്ടിൽ നടന്ന കഥകളൊക്കെ പറയുന്നതാണ്. ദാറ്റ് ഈസ് ദ ഫ്ലെയിംസ്. ദ ഫ്ലെയിംസ് ചോസ് ടു ഗോ ടു ദ സെയിം റൂയിൻഡ് ടെമ്പിൾ where the author is bewailing his plight. അതായത് ഓതർ അയ്യോ ഞാനിപ്പോൾ മരിക്കുമല്ലോ, ഇനിയിപ്പോൾ ഉറങ്ങാതിരിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുന്ന ആ ദിവസം ഒരു മാസം ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല, ഉറങ്ങാതിരിക്കാൻ സാധിക്കുന്നില്ല, ഇയാൾ ഉറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് കരയുന്ന സമയത്ത് അവിടെ തന്നെയാണ് യൂഷ്വലി ദേ ഗ്യാദർ. ഓക്കെ, ദീസ് ഫ്ലെയിംസ് ഗ്യാദർ. When he sees them arrive, he hides behind a column from where he closely follows their stories. Okay, അപ്പോൾ ഇത് ഇവർ വരുന്ന കാണുമ്പോൾ ഈ ആൾ ഒളിച്ചിട്ട് ഇവരെ കഥകൾ കേൾക്കുകയാണ്. അതാണ് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. ഇനി തേർഡ് നെറേറ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഒരു ഫ്ലെയിം തന്നെയാണ്. അത് എന്താണ് പറയുന്നത് നോക്കാം. There is the tale told by one of the flames who wants to be forgiven for arriving late. Okay, അപ്പോൾ ഒരു ഫ്ലെയിം മാത്രം വൈകിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു 5-6 ഫ്ലെയിമുകളിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഫ്ലെയിം മാത്രം എല്ലാവരും വന്നു, അവരെ നേരത്തെ വന്നതിന് കാരണമുണ്ട്, ചിലർ വൈകി വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ ഒന്നിച്ച് ഒരു മീറ്റിംഗ് കൂടുന്ന പോലെയാണ് അവിടെ, ഗോസിപ്പിന് വേണ്ടിയിട്ട് വെറുതെ ഒരു രസത്തിന് കൂടുന്ന പോലെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലെയിം മാത്രം വൈകിട്ടാണ് വന്നത്. അപ്പോൾ എന്താണ് അവളുടെ സ്റ്റോറി? അവൾ പറയുന്ന ഒരു സ്റ്റോറിയാണ്. ദാറ്റ് ഈസ് ദ third narrative level. Her tale is about an old woman who knew a beautiful story but refused to tell it and share it with other people. ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ആ സ്റ്റോറി നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മാത്രമേ ആ സ്റ്റോറി ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സ്റ്റോറിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അത് ആരോടും പറയാതെ അതിനെ പൂട്ടി വെക്കുന്നതാണ്. മീൻസ് നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു തബലയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഉപയോഗിക്കാതെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് ലൈഫില്ലല്ലോ. അതേപോലെയാണ് ഈ സ്റ്റോറി എന്താണ്? സ്റ്റോറിയെ ഈ ഓൾഡ് വുമൺ എടുത്തു വെച്ചിരിക്കുകയാണ്, മിണ്ടാതെ അവരുടെ വായിൽ. അവർ പറഞ്ഞാലല്ലേ ഈ സോങ്ങിനെയും സ്റ്റോറിയെയും പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ലൈഫ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സ്റ്റോറി ഇതിൻ്റെ അകത്ത് കടന്ന്, സ്റ്റോറിയും പിന്നെ അതുപോലെ ഒരു സോങ്ങും ഉണ്ട്, രണ്ടുപേരും ഈ സ്ത്രീയുടെ വായുടെ അകത്ത് കടന്ന് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഷീ റെഫ്യൂസസ് ടു ടെൽ ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് അതർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതിന് ജീവൻ കൊടുക്കാൻ സമ്മതിക്കും. പിന്നെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? വൺ ഡേ ദാറ്റ് സ്റ്റോറി ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ വുമൺ വാസ് സ്ലീപ്പിംഗ് വിത്ത് ഹെർ മൗത്ത് ഓപ്പൺ. ഒരു വട്ടം സ്ത്രീ കടന്നുറങ്ങുന്ന സമയത്ത് സ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂർക്കം വലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായ ഓപ്പൺ ചെയ്ത സമയത്ത് സഡൻലി ദ സ്റ്റോറി took the chance and escapes and is transformed into a young lady. And the song that accompanies it turns into her beautiful saree. അപ്പോൾ ഒരു മനോഹരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് പേഴ്സോണിഫൈ ചെയ്തിട്ട് ഈ ഓൾഡ് വുമൻ്റെ വായിൽ കിടക്കുന്നത് ഈ സ്റ്റോറി കിട്ടിയ ചാൻസിൽ ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറങ്ങി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട്, ഒരു സോങ്ങും വരുന്നുണ്ട്. ആ സോങ് ഒരു സാരി ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് ലേഡിയുടെ സാരി ആയിട്ടാണ് സോങ് മാറുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റോറി എന്ന് പറയുന്ന തേർഡ് നെറേറ്റീവ് ലെവൽ. ദ സ്റ്റോറി പേഴ്സോണിഫൈഡ് ആസ് എ യങ് വുമൺ. ഓക്കെ, വിത്ത് സോങ് ആസ് ഹെർ സാരി. ആ സ്റ്റോറിയാണ് ആക്ച്വലി പിന്നീട് എന്താണ്, ആ സ്റ്റോറി പറയുന്ന സ്റ്റോറി
അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്റ്റോറി ആണ് ആക്ച്വലി പിന്നെ പറയുന്നതാണ് ദ ഫോർത്ത് നെറേറ്റീവ് ലെവൽ, ദറ്റ് ഈസ് ദ മെയിൻ പ്ലോട്ട്. ദ സ്റ്റോറി ദസ് പേഴ്സോണിഫൈഡ് tells the story of life and that is the main character of Naga Mandala. Okay, this is the main story. I hope you reach to the fourth narrative level. എങ്ങനെയാണ്? That is from the author, then flames, the late flame, and then the stories narrative, a narrative level, that is the Rani's life. Okay, ആ റാണി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ്, that is the main plot of Naga Mandala. Now we have the thing, that is the moment when the main story Rani's begins, begins. What happens is that this story becomes interestingly complex from the point of view of structure, because there is interaction between the narrator of this story and the personified story and the narrators of the previous stories, the unfortunate author and the flame. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്ന ഫ്ലെയിംസ്? ദാറ്റ് ഇസ് ഈ ഫോർത്ത് ലെവലിലേക്ക് കടക്കുന്നതോടുകൂടി, ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമ്മൾ പറഞ്ഞു ഓദർ അവിടെ ഒളിച്ചിരിക്കുകയാണ് ഈ ഫ്ലെയിംസ് വരുന്നത് കേട്ടപ്പോൾ. എന്നിട്ട് അവരിങ്ങനെ ഗോസിപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ തേർഡ് ലെവലിലെ ന്യൂ ഫ്ലെയിം വന്നു, ലേറ്റ് ആയതിൻ്റെ കാരണം പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെയാണ് ഈ സ്റ്റോറി വരുന്നത് അവിടേക്ക്. ഓക്കെ, സ്റ്റോറി ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് വന്ന് അവളെ കഥ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ എല്ലാ ലെവലിലുള്ള സംഭവങ്ങളും, അതായത് ഫസ്റ്റ് ഓദർ, പിന്നെ അതിൽ വരുന്ന ഫ്ലെയിംസ്, ഇവരെല്ലാവരും കൂടി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുകയാണ്, പരസ്പരം കണക്റ്റഡായി. ഈ 4 ലെവലുകളും ഒന്നായിട്ട് റാണിയുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവർ ബാക്കിയുള്ള 3 ലെവലും കൂടി ഒന്നായി അവർ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയും. ദെൻ that is the author, narrator of the first level, who has been listening to the second and third narrative levels. അതുവരെ ഈ ഫ്ലെയിംസിന് അറിയില്ല അങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളത്. Establish a dialogue with the story narrator of the third level and he suggests a name for the main masculine character in the central story. അപ്പോൾ തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ന്യൂ ഫ്ലെയിം അല്ലേ, ന്യൂ ഫ്ലെയിമിനേറ്റും അത് ന്യൂ ഫ്ലെയിമിൻ്റെ സ്റ്റോറി അതിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ, ന്യൂ ഫ്ലെയിം കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ കൂടെ പിന്നാലെ വരുന്ന ഈ സ്റ്റോറി, അയാളുടെ മാസ്റ്ററിൻ്റെ മീൻസ് ആ ഒരു ഫ്ലെയിമിൻ്റെ, അയാളല്ല അവളുടെ മാസ്റ്ററിൻ്റെ വായിൽ നിന്ന് ഓടിപ്പോകുന്ന ആ സ്റ്റോറി അങ്ങോട്ട് വരുന്നു. ആ സ്റ്റോറിയായിട്ട് ഡയലോഗിൽ ഏർപ്പെടുന്നത് ആരാണ്? ദാറ്റ് ഈസ് ദ ഓദർ. ഓക്കെ, ആൻഡ് ഈവൻ ഹീ ഈസ് ദ വൺ ഹൂ സജസ്റ്റ് ദിസ് നെയിം അപ്പണ്ണ. അപ്പോൾ സ്റ്റോറിക്ക് പേര് എന്താണ്, ഈ ഒരു അതിൽ വരുന്ന മെയിൽ ക്യാരക്ടറിൻ്റെ പേര് കൊടുക്കേണ്ടതെന്ന് അറിയാത്തപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് ദ ഓദർ, അപ്പണ്ണ, വിച്ച് മീൻസ് എനി മാൻ. Furthermore, they reach an agreement by which the author promises to retell the story, thus keeping it alive, if it is interesting enough to keep him awake for the whole night, which would amount to save his life. രണ്ടുപേരും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ്. നൗ ദ മെയിൻ സ്റ്റോറി, അതൊക്കെ നമ്മൾ വിശദമായി കാണും. ഓക്കെ, എങ്ങനെയാണ് അവർ തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം, കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ വി ഹാവ് ദ മെയിൻ സ്റ്റോറി. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ ജസ്റ്റ് എന്താണ്, പല തരത്തിലുള്ള നെറേറ്റീവ് ലെവൽസ് ആണ്. നൗ വി ഹാവ് ദ മെയിൻ സ്റ്റോറി, ദാറ്റ് ഈസ് യങ് റാണിയുടെ സ്റ്റോറി. ദാറ്റ് ഈസ് ഗേൾ യങ് റാണി, റീസെൻ്റ്ലി മാരീഡ് ടു അപ്പണ്ണ, ഈസ് ലോക്ക്ഡ് ഇൻസൈഡ് ദ ഹൗസ് ബൈ ദ ഹസ്ബൻഡ്. She started her new life with many expectations, desires and dreams. But Appanna treats her as if she were a mere servant. Meanwhile, he keeps and uses a concubine. അപ്പോൾ എന്താണ്, എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ടാണ് ഈ ഹസ്ബൻഡിൻ്റെ പെരുമാറ്റം. വേറൊരു എന്താണ് പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തേക്കാണ് എപ്പോഴും ഇയാൾ പോകുന്നത്. ഹി ലോക്സ് ഹർ അപ്പ്. An old blind woman, Kurudava, who is always carried around by her son Kappanna. അപ്പോൾ കപ്പണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡാർക്ക് വൺ എന്ന് പറയുന്നത് ആ മദറും സണ്ണും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. സോ ഹീ ക്യാരീസ് ഹർ ഓൾ ദ ടൈം. ഓക്കെ, കാരണം എന്താണ്, കണ്ണ് കാണില്ലല്ലോ, നമുക്ക് കണ്ണ് കാണില്ലല്ലോ. ട്രൈസ് ടു ഹെൽപ്പ് റാണി ബൈ ഗിവിങ് ഹർ എ ലവ് റൂട്ട് വിച്ച് ഷീ സേസ് വിൽ കോസ് അപ്പണ്ണ ടു ഫോൾ ഇൻ ലവ് വിത്ത് ഹർ. So Rani decides to drug her husband with love root, which she mixes in the curry. Rani gives her plan at the last moment, however, and however she just give up that idea. പക്ഷേ ഈ കറി ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഷീ പോസ് ദ കറി ഓൺ ദ ആൻഡ് ഹിൽ വിച്ച് ഹാപ്പൻസ് ടു ബി ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് എ കിങ് കോബ്ര, എ നാഗ.
അപ്പോൾ എന്താണ് നേരെ കൊണ്ടുപോയി ഒഴിക്കുന്നത് ആ ഹാൻഡ് ഹീലിലാണ്. ആ ഹാൻഡിൻ്റെ അകത്ത് ആരാ ഉള്ളത്? കോബ്രയാണുള്ളത്. ദ കോബ്ര ദെൻ ഫോൾസ് ഇൻ ലവ് വിത്ത് റാണി. ഹി എൻറ്റേഴ്സ് ദ ഹൗസ് ത്രൂ ദ ഡ്രെയിൻ ഇൻ ദ ബാത്റൂം അറ്റ് നൈറ്റ് ആൻഡ് വൺസ് ഇൻസൈഡ് ടേക്സ് ഓൺ ദ അപ്പിയറൻസ് ഓഫ് അപ്പണ്ണ. അപ്പോൾ അറിയാത്ത ഒരാളായിട്ട് അവിടെ ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹി ടുക്ക് ദ അപ്പിയറൻസ് ഓഫ് അപ്പണ്ണ ദ ഹസ്ബൻഡ്. ഡിസ്പൈറ്റ് ദ ഡിസോറിയൻറ്റേഷൻ ആൻഡ് wonder that this new situation causes in Rani, their relationship is fruitful and results in Rani getting pregnant. As soon as Appanna discovers her pregnancy, he informs the real and Appanna ഇത് അറിയുമ്പോൾ നാഗയാണ് ഇതെന്നുള്ളത് നാഗയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇവളുടെ വിചാരം ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആരാണ്? അപ്പണ്ണ തന്നെയാണെന്ന്. അപ്പണ്ണ ഈ വിവരം അറിയുന്നു. അപ്പണ്ണ ഇന്ന് രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്ന മീൻസ് രാത്രിയൊക്കെ വേറെ എവിടെയോ ആണ്. പിന്നെ നേരം വെളുത്ത് വന്നപ്പോൾ കാണുന്നത് പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. ഹി വാസ് ഷോക്ക്ഡ് and he informs the elders of the village in order that they may determine her guilt or innocence, since he and she had never had a sexual relationship. Rani proves her innocence by undertaking the snake ordeal. അപ്പോൾ റാണി അവൾ എന്ത് ചെയ്തു? സ്നേക്ക് ഓഡിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഓഡിയൽസ് ഉണ്ട്. മീൻസ് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, കനലിലൂടെ നമ്മൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ കനലിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് പൊള്ളില്ല. നമ്മളിപ്പോൾ എന്താണ് ഈ സർപ്പത്തെ ഇട്ട ഒരു കുടുക്കയിൽ കൈയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലത്ത് ഈ നമ്മുടെ ഇന്നസെൻസൊക്കെ ആളുകൾ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഓരോ ഓഡിയൽ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ സ്നേക്ക് ഓഡിയലാണ് അവൾ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബൈ ഹോൾഡിങ് ദ കിങ് കോബ്ര ഇൻ ഹെർ ഹാൻഡ്. അവൾ ഇന്നസെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കിങ് കോബ്ര അവളെ കടിക്കില്ല എന്നുള്ളൊരു ഇതാണ് അതിൽ വരുന്നത്. പക്ഷേ അവളത് അതിനാണ് തയ്യാറാകുന്നത്. സർപ്രൈസിംഗ്ലി ദ കോബ്ര ഇൻസ്റ്റെഡ് ഓഫ് ബൈറ്റിംഗ് ഹെർ സ്ലൈഡ്സ് അപ്പ് ഹെർ ഷോൾഡർ ആൻഡ് സ്പ്രെഡ്സ് ഇറ്റ്സ് ഹുഡ് ലൈക്ക് ആൻ അംബ്രല്ല ഓവർ ഹെർ ഹെഡ്. ഓക്കെ, ദ ഓൺലുക്കേഴ്സ് ആർ ഔട്ട്സ്ട്രക്ക്. Rani is considered a goddess and Appanna can do nothing but accept her as his wife. In the end, Rani gets her husband back and enjoys a happy life. ഓക്കെ, അതാണ് ഒരു എൻഡിങ്. ഇനിയിപ്പം ഈ പ്ലേ തുടങ്ങിയ പോലെ തന്നെയാണ് ഫാൻ ഇടോ തുടങ്ങിയ പോലെ തന്നെയാണ് ഇതിൻ്റെ എൻഡിങ്ങും. മീൻസ് കുറേ ലെവലുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ 3 തരത്തിലുള്ള എൻഡിങ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോറി എന്താണ്? ഒന്നുമില്ല, മീൻസ് റാണി അവസാനം ഒരു ദൈവികമായിട്ടുള്ള കഴിവുള്ള ഒരു പെൺകുട്ടിയായി മനസ്സിലാക്കി അപ്പണ്ണ എന്തായാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് അവളെ കല്യാണം കഴിച്ച്, മീൻസ് കല്യാണം ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, മീൻസ് റിയൽ ലൈഫിലേക്ക് കടക്കുകയും അങ്ങനെയൊക്കെ ആവുന്നതാണ് ഒരു സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി എന്താണ്? ഒരു രസമില്ല എന്നുള്ളതാണ്, എൻ്റെ രസമില്ല എന്നുള്ളതാണ് ഒരു സംഭവം. ദാറ്റ് ഈസ് റാണി ഗെറ്റ്സ് എ ഡിവോട്ടഡ് ഹസ്ബൻഡ് ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. സോ ഹിയർ ഓദർ ഡസൻറ്റ് അഗ്രി വിത്ത് ദ സ്റ്റോറി. അതൊരു ബോറിംഗ് ആയിട്ട് ദ സ്റ്റോറി അറിയുമ്പോൾ സ്റ്റോറി പേഴ്സോണിഫൈഡ് ഗേൾ. ഓക്കെ, ഓദർ ഡസ് നോട്ട്, the playwright does not agree with the story. He says that there are too many loose ends. Nothing said of the cobra. കോബ്രയ്ക്ക് എന്ത് പറ്റി, അതുപോലെ എന്താണ് കുരുടവയ്ക്ക് എന്ത് പറ്റി എന്നുള്ളതൊന്നും പറയുന്നില്ല. അപ്പോൾ അത് സുഖമില്ല, ലീവ്ഡ് എവർ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അത് പോരാ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എൻഡിങ്ങിനെ അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓദർ. അപ്പോൾ രണ്ടാമത്തെ എൻഡിങ് എങ്ങനെയാണ് വരുന്നത്? നാഗ ദ സ്നേക്ക് ഹു ഹാസ് ബ്രോട്ട് അബൌട്ട് സച്ച് എ ഹാപ്പി കൺസമേഷൻ ഓഫ് married love wants to have a final look at റാണി. അപ്പോൾ ഒന്ന് കാണണം എന്ന് തോന്നിയിട്ട് അവളെ സന്ദർശിക്കുകയാണ് നാഗ. ഹി മേക്സ് എ ഫൈനൽ വിസിറ്റ് വെൻ ദേ ആർ ഫാസ്റ്റ് അസ്ലീപ്. നാഗ ദെൻ presses റാണീസ് ഹെയർ ടു ഹിസ് ബോഡി, ടൈസ് എ noose ആൻഡ് strangles himself to death. ആത്മഹത്യ ചെയ്യാണ്, കാരണം നാഗയുടെ കഥയും തീരണല്ലോ എങ്ങനെയെങ്കിലും. When Rani combs her hair later with the help of Appanna, a dead cobra falls to the ground. It is cremated and her son lit the funeral pyre. മീൻസ് അങ്ങനെ കോബ്ര മരിച്ചു, നാഗ മരിച്ചു, ആത്മഹത്യ ചെയ്തു. അവൾക്ക് ഭയങ്കര മുടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ എന്താണ് അത് പക്ഷേ അങ്ങനെ പിന്നെ ഈ കോബ്രയെ ശരിക്കും അവർ ക്രിമേറ്റ് ചെയ്ത് ഒക്കെ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം അവൾ പറയുന്നുണ്ട്. ഓക്കെ, അത് ഒരു എൻഡിങ്. അപ്പോൾ ഈ രണ്ടാമത്തെ എൻഡിങ് ആർക്കും ഇഷ്ടമായില്ല. ദ ഫ്ലെയിംസ് ദിസ് ടൈം ഡു നോട്ട് സെയിം ടു ബി പ്ലീസ്ഡ് വിത്ത് ആൻ എൻഡിങ് വിച്ച് ഇൻവോൾവ്സ് ദ ഡെത്ത് ഓഫ് ദ കോബ്ര മരിച്ചത് അവർക്ക് ഇഷ്ടമായില്ല, ഫ്ലെയിംസിന് ഇഷ്ടമായില്ല. അപ്പോൾ രണ്ടാമത്തെ എൻഡിങ്ങും മാറ്റണം എന്ന് പറയാണ്. Therefore, Rani and Appanna reappear of the second one. However, this time when the cobra falls from Rani's hair, he is alive. അപ്പോൾ രണ്ടാമതൊരു റീടേക്ക് പോലെ എന്താണ്, അവർ വീണ്ടും ഉറക്കത്തിൽ നിന്ന് നെറ്റി ഉണരുന്നു. റാണിക്ക് അവളുടെ തല ഭയങ്കര കനാണെന്ന് പറയുന്നു. അവളെ ഹെയർ കോംബ് ചെയ്യുമ്പോൾ ഈ സ്നേക്ക് അതിൽ നിന്ന് ചാടുന്നു, ലൈവാണ്. ഓക്കെ, Appanna immediately thinks about killing the snake, but Rani devises a way to save the cobra. അവൾക്ക് തോന്നുകയാണ് ഈ കോബ്ര അവളെ രക്ഷപ്പെടുത്തിയതാണല്ലോ ഒരു വട്ടം ആ ഒരു സ്നേക്ക് ഓഡിയലിൻ്റെ സമയത്ത്. അപ്പോൾ ഇതിനെല്ലാം കാരണം കോബ്രയാണല്ലോ. So she lets him hide in her hair again, though she tells Appanna that he has escaped.
It ends with these words spoken by Rani. This hair is a symbol of my wedding bliss. Live in there happily forever. That is the third end of the play. Okay. അപ്പോൾ ഇങ്ങനെ 3 ends ഉണ്ട്. എന്നിട്ട് പിന്നെ എന്താണ് അത് പിന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്, സ്റ്റോറി വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ. സോ ദിസ് ഈസ് ദ സമ്മറി ഓഫ് ദ പ്ലേ നാഗമണ്ഡല.